ഞാൻ ആശുപത്രിക്ക് പോണതിൻ്റെ മുന്നേ എടുത്ത് വെച്ച വീഡിയോ ആയിരുന്നു കേട്ടോ അതാണ് ഇതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് വന്നത്. കഴിഞ്ഞ വീഡിയോ കാണിക്കണതിൽ കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാട്ടോ ഉള്ളത്. അപ്പോൾ എടുത്ത് വെച്ച വീഡിയോ ആയതുകൊണ്ടൊന്ന് കാണിക്കാൻ വിചാരിച്ചു. അപ്പോൾ അതാ ഞാൻ വൈകുന്നേരത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടത്. ചായ ഉണ്ടാക്കാൻ വേണ്ടി ഇതാക്കണ് വെള്ളക്കടപ്പത്ത് വെച്ചിട്ടുണ്ട്. വിഷ്ണു സ്കൂൾ വിട്ട് വന്ന സമയമാണ് കേട്ടോ. സൂര്യമോൾ അംഗൻവാടി പോയി വന്നിട്ടുണ്ട്. ഞാൻ എന്താ ചായയിലൊക്കെ പൊടിയിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഓൾക്ക് വൈകുന്നേരത്ത് തിന്നാൻ അന്നതാ ഞാൻ മാഗി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നൂഡിൽസ് ഉണ്ടല്ലോ, അതാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ അത് അടുപ്പത്ത് വെക്കാൻ വേണ്ടി ഒരു ചെറിയ പാക്ക് വാങ്ങിയത്. അത് ഞാൻ അടുപ്പത്ത് വെച്ചു. ആ ഒരു സമയത്താണ് നാത്തൂൻ്റെ കുട്ടിയും കൂടെ വന്നേന്നത്. എനിക്കും വേണം അമ്മായിയെ എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ട്. ആയിക്കോട്ടെ ഇതാവട്ടെ കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഓളും കാത്തിരിക്കുകയാണ് കേട്ടോ. പിന്നെ പിറ്റേ ദിവസം ഞാൻ ആശുപത്രിക്ക് പോകാൻ വേണ്ടി ഒരുങ്ങി. അന്ന് രാവിലെ അടുക്കള പണിയൊക്കെ കഴിച്ചാണ്ട് രാവിലെ ഒരു 11 മണിയായപ്പോൾ ഞങ്ങൾ ഒരുങ്ങി പോകാൻ വേണ്ടി നിന്നിട്ടുണ്ട് കേട്ടോ. ആ ഒരു സമയമാകുമ്പോഴത്തേനും ഒരു 2-3 മണിയൊക്കെ ആകുമ്പോൾ കോഴിക്കോട് എത്തുമല്ലോ. അപ്പോൾ ആ ഒരു പോക്കാണ് പിന്നെ പോയത്. പിറ്റേ ദിവസം സൂര്യമോളെ അംഗൻവാടിയിലൊക്കെ ആക്കിയതിന് ശേഷം ഞാൻ രാജുവിനോട് പറഞ്ഞു അംഗൻവാടിയിൽ നിന്ന് സൂര്യമോളെ കൊണ്ടുവരണം, ഞങ്ങൾ എത്താൻ നേരം വൈകുന്നു. അങ്ങനെ പോണ സമയങ്ങളിലൊക്കെ രാജുവാണ് കുട്ടീനെ അംഗൻവാടിയിൽ നിന്ന് കൊണ്ടുവരല്. അല്ല നാത്തൂനും വീടിൻ്റെ അടുത്തുള്ളൊരു ചേച്ചിയുണ്ട് അംഗൻവാടിയിൽ നിന്ന് പോരുമ്പോൾ പിന്നെ സൂര്യമോള് ചിലപ്പോൾ ഓലപ്പം അങ്ങനെ പോരും കേട്ടോ. അപ്പോൾ പിന്നെ കുഴപ്പമൊന്നുമില്ല, വീടിൻ്റെ അടുത്ത് തന്നെ അംഗൻവാടി. അപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഓൾ അംഗൻവാടി വിട്ട് വരുമ്പോൾ അവിടെ നോക്കാൻ ചേച്ചിയും രാജുവും ഒക്കെ ഉണ്ടാവുമല്ലോ. പിന്നെ ഞങ്ങൾ വൈകുന്നേരത്ത് ചെല്ലുമ്പോൾ ഞങ്ങളും ഉണ്ടാവും. ഞങ്ങൾ അവിടെ എത്തുമ്പോഴത്തേനും സമയം പറഞ്ഞാൽ ചിലപ്പോൾ 7 മണിയാവും, ചിലപ്പോൾ 6:45, 7:30 അങ്ങനെ എന്തായാലും ഇരുടാവും കേട്ടോ. അങ്ങനെ ഞങ്ങളെ അടുത്തുനിന്ന് തന്നെ എറിയാട് പള്ളിപ്പടിയിൽ നിന്ന് അരീക്കോടുക്ക് നേരിട്ടുള്ള ബസ് ഉണ്ടായിരുന്നു. അതിന് കയറിയാണ്ട് പിന്നെ അരീക്കോട് സ്റ്റാൻഡിലെത്തിയതിന് ശേഷം കോഴിക്കോട് മാവൂര് അവിടേക്കുള്ള ബസ്സിൽ കയറി. മാവൂർക്കാകുമ്പോൾ അങ്ങോട്ടാവുമ്പോൾ പിന്നെ നമുക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് ബസ് നിർത്തും. അപ്പോൾ എളുപ്പമാണ്. എൻ്റെ ചേലും കോലം കണ്ടില്ല, യാത്രേൻ്റെ ക്ഷീണമാണ്. അതിൽ എന്തായാലും ഞങ്ങൾക്കിതാ അരീക്കോടുക്കുള്ള ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്യാണ്. ഏത് ബസ്സിലായാലും സീറ്റ് കിട്ടിയാൽ മതിയെന്നുള്ളൊരു പ്രാർത്ഥനയാണ്. കാരണം നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ ക്ഷീണം പിടിക്കുക. എത്രങ്ങാനും ദൂരം പോവും വേണം, നിൽക്കും വേണം. പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞാൽ ഛർദ്ദിക്കണ പേടിയായിരുന്നു. എന്നാലും അച്ഛനെ കാണാൻ പോയിട്ടേക്ക് ആ ഛർദ്ദി ഉണ്ടായിട്ടില്ല കേട്ടോ. ആദ്യത്തെ ദിവസം പോയന്ന് മാത്രം ഒന്ന് ഛർദ്ദിച്ചു. പിന്നെ വലിയ കുഴപ്പം പറയാനൊന്നും ഉണ്ടായില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ അരീക്കോട് എത്തി. അരീക്കോട് നിന്ന് ഇങ്ങോട്ട് 2ാമത്തെ ബസ്സിൽ കയറി, കോഴിക്കോടുക്കുള്ള ബസ്സിൽ കയറിയിട്ട് മാവൂർക്ക്. എന്നാൽ പിന്നെ അവിടെ ചെന്ന് നേരിട്ടുകൊണ്ട് അങ്ങനെ ചെന്ന് ഇറങ്ങുക. അല്ലച്ചാൽ അവിടെ നിന്നും കയറണം 3ാമതൊരു ബസ്. അവിടെ നിന്ന് കയറി പിന്നെ കുറച്ചൊരു 5 മിനിറ്റിൻ്റെ യാത്ര. അതിന് ശേഷം പിന്നെ നമ്മൾ മെഡിക്കൽ കോളേജിൻ്റെ അവിടെ അങ്ങോട്ട് എത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതേപോലെ അങ്ങോട്ട് പോയാൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അന്ന് പിറ്റേ ദിവസം കാണിക്കണം വിചാരിച്ച വീഡിയോ ഒന്നും കേട്ടോ. പക്ഷേ സാഹചര്യങ്ങളൊക്കെ ആകെ മാറ്റി മറിഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ വീഡിയോ ഇടാനൊന്നും കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് വൈകി വന്ന വേളയിലായാലും ഇന്ന് കാണിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാൻ ഫോണിക്കൊക്കെ നോക്കിയാണ്ട് കുറച്ച് നേരം എൻ്റെ വോട്ട് ചെയ്തതിൻ്റെ ഇപ്പോഴും പോയിട്ടില്ല കേട്ടോ. ഇന്നും ഉണ്ട് എൻ്റെ കയ്യിൽ ഈ ഒരു കുഞ്ഞടയാളം വോട്ട് ചെയ്തതിൻ്റെ. അപ്പോൾ ഞാൻ മുടിയൊക്കെ ഒന്ന് ശരിയാക്കുകയെന്ന് ക്യാമറയൊക്കെ നോക്കിയാണ്ട് കേട്ടോ. അപ്പം നല്ല മഴ പുറത്ത് കാണുന്നുണ്ട്. പക്ഷെ മഴ ഞങ്ങൾ ആ പോയ സമയത്തൊന്നും മഴ ഇല്ലേന്നു കേട്ടോ. പക്ഷെ ഞങ്ങൾ പോണ വഴിയിൽ ഒരുപാട് പുഴകളും തോടും പാടവരമ്പൊക്കെ ആകെ നിറഞ്ഞൊഴുകണത് കണ്ടപ്പോൾ തന്നെ സംഗതി മനസ്സിലായി അവിടേക്ക് നല്ല മഴ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഞാൻ താട്ടക്കും അമ്മക്കും വിളിക്കുമ്പോൾ തന്നെ പറയും ഇവിടെ നല്ല മഴയാണ്, ഇപ്പം ഇങ്ങോട്ട് വരണ്ട, മഴയാണ്, മഴയൊക്കെ തോർന്നിട്ട് ആക്കം പോലെയൊക്കെ വന്നാൽ മതി എന്നൊക്കെ പറയും കേട്ടോ. പക്ഷേ എനിക്ക് കേട്ടിക്കാൻ കഴിയില്ല. അപ്പോൾ 2-3 ദിവസം കൂടുമ്പോൾ എന്തായാലും ഞാൻ അങ്ങനെ അച്ഛൻ്റെ അടുത്തേക്ക് പോയി നോക്കും കേട്ടോ. അങ്ങനെ ഒരു പോക്ക് പോവുകയാണ്. അപ്പം അമ്മനോട് ചോദിച്ചു അച്ഛൻ്റെ വർത്താനം എന്താ അമ്മ, അച്ഛന് സുഖമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ കുഴപ്പമില്ല എന്നൊക്കെ പറയും. പക്ഷേ 2 ദിവസമായിട്ട് കഠിന വേദനയാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു, ഉറങ്ങാൻ കഴിയണില്ല എന്ന് പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഫോൺ വിളിക്കുമ്പോൾ തന്നെ അച്ഛൻ്റെ ഒച്ച കേൾക്കലുണ്ട്, വേദന കൊണ്ടുള്ള ഒച്ച ഉണ്ടല്ലോ അത് കേട്ടായിരുന്നു കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ആകെ ഇടങ്ങേറായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഈ വണ്ടി ഇതിൻ്റെ അടുത്തുകൂടെ ഒക്കെ പോകുമ്പോൾ ഒരു പേടിയാണ്, ബസ് ഇതിൻ്റെ അടുത്തുകൂടെ ഒക്കെ പോകുമ്പോൾ പേടിയാണ്. പടച്ചമ്പുരാനെ എന്നുള്ളൊരു പ്രാർത്ഥന മനസ്സിലുണ്ടാകുമായിരുന്നു. എന്തായാലും നമ്മളൊരു യാത്ര ചെയ്യുമ്പോൾ ഒരാപത്തും വരുത്താതെ നമ്മളെ വിചാരിച്ച സ്ഥലത്ത് എത്തിക്കണേ എന്നുള്ളൊരു പ്രാർത്ഥന എന്തായാലും ഉണ്ടാവുമല്ലോ. ആ പ്രാർത്ഥന യാത്ര അച്ഛൻ്റെ അടുത്ത് ഒന്ന് എത്തി കിട്ടിയാൽ മതിയെന്ന്, അച്ഛനെ കണ്ടാൽ മതിയെന്ന് എന്നുള്ളൊരു തന്നെ ഉള്ളേന്ന് കേട്ടോ. ഓരോ സ്റ്റാൻഡിലെത്തുമ്പോഴും അവിടുത്തെ സ്ഥലപ്പേര് ഇങ്ങനെ വായിച്ച് പോയേന്ന് കേട്ടോ. ഞാൻ അന്ന് ഈ സ്ഥലപ്പേരൊക്കെ പറയണമെന്ന് കരുതിയിരുന്നു. പക്ഷേ ഈ എഡിറ്റ് ചെയ്ത സമയത്ത് എനിക്ക് ഒരു സ്ഥലപ്പേരും കിട്ടണില്ല. സംഗതി സത്യം പറയുകയാണെങ്കിൽ സ്ഥലപ്പേരുകളൊക്കെ ഞാനും മറന്നു പോയിട്ടുണ്ട് കേട്ടോ.
ഈ ഒരു സ്റ്റാൻഡ് ഇനി മാവൂരാണോ എന്നാണ് എൻ്റെ സംശയം. കാരണം ഇപ്പം എനിക്ക് എങ്ങനെ ഓർത്തിട്ടും കിട്ടണില്ല കേട്ടോ. പരിചയം ആർക്കെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഓർമ്മപ്പെടുത്തണം. ഞാൻ എന്നിട്ട് വിചാരിച്ചിരുന്നു വിഷ്ണുവിൻ്റെ അച്ഛനൊന്ന് ഫോൺ വിളിച്ച് പറഞ്ഞാണ്ട് ചോദിച്ചറിഞ്ഞാൽ ഇതിപ്പോൾ എവിടെയെന്ന്. മിക്കവാറും മാവൂർ തന്നെ ആവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് കേട്ടോ. അങ്ങനെ ഇവിടെ കുറച്ച് നേരം നിർത്തിയാണ്ട് പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ പോയി. ഞാൻ പറഞ്ഞില്ലേ മഴ ഇല്ലാത്തൊരവസ്ഥ, മഴ ഇല്ല, തെളിഞ്ഞ കാലാവസ്ഥ തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തി. താട്ടം വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഓനെ കാത്തിക്കാണ് കേട്ടോ. ഓനപ്പം അവിടെ എന്തോ തിരക്കിലാണെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ കുറച്ച് നേരം കാത്തിക്കണം. അപ്പം ഞാൻ അച്ഛന് ഉടുക്കാനുള്ള പുതിയൊരു തുണിയും ബെഡ്ഷീറ്റും ഒക്കെ വാങ്ങി പോവുകയാണ്. വിക്സ് സോപ്പർ ഉണ്ടല്ലോ വലിയ സഞ്ചി, അതൊക്കെ വാങ്ങി പോവുകയാണ് കേട്ടോ. അങ്ങനെ ഓൻ വരാൻ കുറച്ച് വൈകുന്നൊക്കെ പറഞ്ഞപ്പോൾ സമയം ഒരു 3:30 ആയിട്ടുണ്ട് അവിടെ എത്തിയപ്പോൾ. ഇനിയിപ്പോൾ അധികം നേരം നിൽക്കാനൊന്നുമില്ല. പോയി കുറച്ച് നേരം അച്ഛൻ്റെ അടുത്ത് നിന്ന് വർത്തമാനം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് തിരിച്ച് പോരണം എന്നുള്ള പ്രതീക്ഷയിൽ പോവുകയാണ്. അച്ഛൻ്റെ അവസ്ഥ പറഞ്ഞു കേട്ടപ്പോൾ വേദന ഉണ്ട്, നല്ല വേദന ഉണ്ട്, എന്നാലും വലിയ കുഴപ്പമില്ല എന്നാണ് കേട്ടോ അമ്മ പറയണത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അച്ഛൻ്റെ അടുത്തെത്താൻ നേരമായിട്ടുണ്ട്. പിന്നെ ഞാൻ അധികം നേരം ഒന്നും വീഡിയോ എടുത്ത് വെച്ചിട്ടില്ല കേട്ടോ. പിന്നെ അച്ഛനെ കണ്ട് ഞാൻ അവിടെ നിന്നു. ആകെ സ്തംഭിച്ച് പോയൊരവസ്ഥയായിരുന്നു പിന്നീട് അങ്ങോട്ടുള്ളത്. അതിൻ്റെ ഇടയിൽ സൂര്യമോള് വന്നേന്നു. 3 മണി ആയപ്പോൾ ഓൾ അംഗൻവാടി വിട്ട് വന്നു കേട്ടോ. എന്നിട്ട് ഓൾ എനിക്ക് ഫോൺ വിളിച്ചായിരുന്നു, അമ്മ വരി, എന്തിന്നെ കൊണ്ടുപോകാതെ പോയത്, ഇനിയും കൊണ്ടുപോയിക്കൂടെ എന്നോ അമ്മച്ചനെ കാണാൻ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു സൂചി അടിക്കണ കാണുമ്പോൾ എനിക്ക് പേടിയാവും, ഡോക്ടർമാർ നുള്ളും എന്നൊക്കെ പറഞ്ഞേ. അപ്പോൾ കുറേ ദൂരയാത്ര ഉണ്ടല്ലോ, അതുകൊണ്ട് ഓളെ കൊണ്ടുപോയി ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഓരോന്ന് പറഞ്ഞ് ഓളെ സമാധാനിപ്പിച്ചു. അപ്പോൾ മക്കളെ ഇതാണ് ഞാൻ കോഴിക്കോടേക്ക് അപ്പോൾ എടുത്ത വീഡിയോ കേട്ടോ. ഇനി എന്തായാലും ബാക്കി വീഡിയോയും വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരണ്ട് പറയണ്ട. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ.